സർക്കാർ ആദ്യമെടുത്ത അതേ നിലപാട് തന്നെയാണോ ഏത് നിലപാട് സർക്കാർ എടുത്ത്? സ്ത്രീകളെ സുപ്രീം കോടതി അല്ലെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട നമ്മൾ ഈ മാധ്യമ പ്രവർത്തകരുടെ ഒരു പരിമിതി, നിങ്ങൾ ഈ പ്രശ്നം മനസ്സിലാക്കാനേ ശ്രമിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ള ഒരു ഭാഗമാണിത്. സുപ്രീം കോടതിയിൽ ഒരു കേസ് വരുന്നു. ആ കേസ് ദീർഘകാലത്തിന് ശേഷം സുപ്രീം കോടതിയിൽ വിധി വരുന്നു. ആ വിധി റിവ്യൂ ചെയ്യുന്നു. റിവ്യൂ ഹർജി വരുന്നു. എല്ലാ റിവ്യൂ ഹർജിയും സുപ്രീം കോടതി സാധാരണ സ്വീകരിക്കാറില്ല. റിവ്യൂ കേൾക്കുമ്പോൾ തന്നെ സാധാരണ പലതും ചേംബറിനകത്തോ ആ രൂപത്തിലാണ് ഓപ്പൺ കോർട്ടിൽ കേൾക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. റിവ്യൂ കേൾക്കുമ്പോൾ സുപ്രീം കോടതി പറയുന്നു, ഈ റിവ്യൂ കേൾക്കണമെങ്കിൽ തന്നെ ഭരണഘടനാപരമായ 7 പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വ്യക്തത വരുത്തണം. അപ്പൊ നിങ്ങൾ ഞങ്ങളോട് ആ ഭരണഘടന കൊണ്ട് നിൽക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് ഭരണഘടനാനുസൃതമായല്ലേ പ്രവർത്തിക്കുന്നത്? നിലപാട് മുൻപ് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആ നിലപാട് തന്നെ നിങ്ങൾ കോടതി ഇപ്പൊ എന്താ ചോദിച്ചേക്കണേ? കോടതി ഇപ്പൊ എന്താ? അല്ല, ഞാൻ ചോദിക്കട്ടെ, കോടതിയെ കുറിച്ചല്ല ചോദിക്കുന്നത്. ഞങ്ങൾ പിന്നെ എന്തിനാ അഭിപ്രായം പറയണേ? ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഉത്തരവുണ്ടോ? അല്ല, അങ്ങനെ എന്താണ് ഞങ്ങൾ അഫിഡാവിറ്റ് എവിടെ കൊടുത്തത്? സർക്കാരിന് രാഷ്ട്രീയം ഉണ്ടാവും നേരത്തെ തന്നെ. അല്ല, കറക്റ്റ്. ഞാൻ ചോദിക്കട്ടെ, ആ രാഷ്ട്രീയത്തിൽ ആ നിലപാട് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ലളിതമായിട്ടല്ല എന്റെ സുഹൃത്തെ. സർക്കാർ ഏതെങ്കിലും ഉത്തരവ് ഇറക്കിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചതിന് പറയൂ. ഞാൻ ചോദിച്ചതിന് പറയൂ. ഉറപ്പാണല്ലോ. ചോദിക്കുന്നേ, ശബരിമല യുവതീ പ്രവേശനത്തിൽ എന്താണ് നിലപാട്? രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സർക്കാരിന് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സർക്കാർ ഏതെങ്കിലും ഉത്തരവ് ഇറക്കിയിരുന്നോ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ? ഉണ്ടോ? അദ്ദേഹത്തോട് അത് കഴിയട്ടെ, ഒരു പാൻ കഴിയട്ടെ. സുപ്രീം കോടതി ഞാൻ ചോദിക്കട്ടെ. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഉത്തരം പറയൂ. പറഞ്ഞിട്ടുണ്ടോ? പ്രവേശനമാകാമെന്ന നിലപാട് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അല്ലല്ല, അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ? സുപ്രീം കോടതി വിധി എന്തായിരുന്നു? സുപ്രീം കോടതിയിൽ സർക്കാർ യുവതി പ്രവേശനമാകാമെന്ന നിലപാട് മുൻപെടുത്തിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. സുപ്രീം കോടതി വിധി വന്നല്ലോ. വിധിയുടെ അല്ല ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? അല്ല, ഒരു പൊളിറ്റിക്കൽ നിലപാടാണ്. ആ പൊളിറ്റിക്കൽ നിലപാട് മറ്റെന്ത് വന്നാലും നമ്മുടെ നിലപാട് അതായിരിക്കുമല്ലോ. എന്ത് നിലപാട്? സ്ത്രീ പ്രവേശനത്തിൽ യുവതി പ്രവേശനം അല്ല, ഏതാ നേരത്തെ കൊടുത്ത അഫിഡാവിറ്റ് എന്താ പറഞ്ഞത്? പ്രവേശനമാകാമെന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേസ് പഠിച്ച ആളാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇത് കുട്ടികളുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അല്ലത്. ഇത് സുപ്രീം കോടതി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അപ്പെക്സ് കോർട്ടാണ്. സുപ്രീം കോടതിക്ക് മുകളിൽ ഞാൻ പറയട്ടെ, കോടതിയായിട്ട് കെട്ടാതെ എങ്ങനെ? കോടതിയല്ലേ പറഞ്ഞത്. സർക്കാരിന് തീരുമാനം എടുക്കണേ ഞങ്ങൾ ഉത്തരവ് ഇറക്കിയാൽ മതിയില്ലേ? ഒരു പൊളിറ്റിക്കൽ നേരത്തെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാവുന്ന കാര്യം ഗണേഷ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, സർക്കാരിന്റെ അഭിപ്രായത്തിലൊക്കെ എല്ലാ മാറ്റങ്ങൾ ഉണ്ടാവും. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോടതി ഇപ്പൊ ഞങ്ങളോട് ചോദിച്ചിട്ടേ ഇല്ല സ്ത്രീ പ്രവേശനത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. ഞങ്ങൾ നേരത്തെ അഫിഡാവിറ്റ് കൊടുത്ത് നിങ്ങൾ ചാനലുകാർ ചോദിച്ചിട്ടാണോ? കോടതി ചോദിച്ചു. ഇപ്പൊ കോടതി എന്താണ്? നിങ്ങളത് വായിച്ചു പഠിക്കേ. 7 പ്രശ്നങ്ങൾ ഇന്നത് പത്രങ്ങൾ വായിച്ചാലും മനസ്സിലാവും. ഇതുവരെ ഇല്ലാത്തതായിരുന്നു പത്രങ്ങളിട്ടുണ്ട്. നിങ്ങൾ ഭരണഘടന അനുസരിച്ചല്ലേ പ്രവർത്തിക്കുന്നത്. സുപ്രീം കോടതി പറയുന്നു ഭരണഘടനയിൽ 7 പ്രശ്നങ്ങൾ വ്യക്തത വരുത്തിയാൽ ഇപ്പൊ സർക്കാരിന് ഉത്തരവെടുക്കാൻ അധികാരമുണ്ടോ ഇല്ലയോ? സ്ത്രീ പ്രവേശനത്തിൽ ഞാൻ ചോദിക്കണേ, നിങ്ങൾ ഉത്തരം പറഞ്ഞോളാം. സ്ത്രീ പ്രവേശനത്തിൽ സർക്കാരിന് ഒരു തീരുമാനം എടുക്കാൻ അധികാരമുണ്ടോ ഇല്ലയോ? 7ാമത്തെ പോയിന്റ് എന്താ? അല്ല, 7ാമത്തെ പോയിന്റ് എന്താ? ഈ ക്വസ്റ്റ്യനിൽ 6, 7 പോയിന്റ് എന്താ? കോടതിക്ക് പോലും ആചാരപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടോ? ഈ ചോദ്യം സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇതാ ഗവൺമെന്റിന് അധികാരം ഉണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാകുമ്പോ നിങ്ങൾ നിലപാട് ഇതാണ്. നിലപാടെന്ന് പറഞ്ഞാൽ എന്താ? ഇതൊറ്റ പ്രശ്നമാണ് നിലപാട്. സുപ്രീം കോടതി പറയുകയാണ് ഇന്ത്യയിലെ നീതിപീഠത്തിന് ആചാരപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടോ? നീതിപീഠത്തിന് അധികാരമുണ്ടോ എന്ന സംശയം നീതിപീഠം തന്നെ ഉന്നയിക്കുമ്പോൾ ഗവൺമെന്റ് നീതിപീഠത്തിന് മുകളിലാണ്, ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾ ഇതാ മലയാള മനോരമ, ഏഷ്യാനെറ്റും ചാനലുകാർ എല്ലാവരും ഒന്നിച്ച് ചോദിച്ചുകൊണ്ട് ഇതൊരു നിലപാട്, ഞങ്ങൾക്ക് എവിടെ അധികാരം? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. സുപ്രീം കോടതി അനുസരിച്ചാണോ സർക്കാർ എല്ലാ നിലപാടും? ഉറപ്പല്ലേ? സുപ്രീം കോടതി അല്ലേ 141 എന്താ സുപ്രീം കോടതി എന്താ? ഞാൻ ചോദിച്ച ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ?
സുപ്രീം കോടതി പരിശോധിക്കും. അതിനെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ 7 ചോദ്യങ്ങളൊന്ന് വീണ 7 ചോദ്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. അവിടെ ചെവി പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോട് ചോദിക്കേ. 7 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. 7 ചോദ്യങ്ങളിൽ ഒന്ന്, ഇത് കേക്ക്, 7 ചോദ്യങ്ങളിൽ ഒന്ന്, കോടതിക്ക് പോലും ആചാരപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടോ? ഇതാണ് അഡ്രസ് ചെയ്യുന്ന പ്രശ്നം. കോടതിക്ക് പോലും അധികാരമില്ല, പിന്നെ ഗവൺമെന്റ് അധികാരം ഉണ്ടാകും പോകും. മസ്ജിദ് വിഷയത്തിൽ ആ കോടതി ഉത്തരവ് പൂർണ്ണമായിട്ട് CPM അംഗീകരിക്കുന്നത്. ഇപ്പൊ അവിടെ വന്നില്ലേ, അല്ല ആക്ച്വലി അതാണ് നിലപാട്. ഈ CPM നിലപാട് അതാണ് എന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ സർക്കാരിന്റെ കോടതിയുടെ അഭിപ്രായം വന്നിട്ടില്ലേ? അഭിപ്രായം വേറെ, നിലപാടെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഇത് രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ സീതയുടെ ആരാണെന്ന് എന്നോട് ചോദിക്കരുത്. നിലപാടിനെല്ലാം ശേഷമല്ലേ കോടതി അഭിപ്രായം പറയും. സർക്കാർ അഭിപ്രായം പറയും. അതെ, നിലപാട് ഇപ്പൊ എന്താ ചോദിച്ചേക്കണ ബീന കോടതി ഞങ്ങളോട്? ഈ വിഷയം- അല്ല ബീനയുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഈ വിഷയത്തിൽ ഏത് വിഷയത്തിലാന്ന് പറ, എന്താണ് ഏത് വിഷയം എന്ന് പറ. സ്ത്രീ പ്രവേശന ആ വിഷയം? കോടതി ഇപ്പൊ എന്താ പറഞ്ഞേ? ശബരിമല സ്ത്രീ പ്രവേശന വിഷയം മാത്രമല്ല, കുറെ കേസുകൾ കോടതി പരിഗണിക്കുന്നുണ്ട്. ആ കേസുകളുടെ റിവ്യൂ എടുക്കണോ വേണ്ടയോ? ഇപ്പൊ ആധാർ കേസ് വന്നില്ലേ? ആധാർ കേസ് വന്നപ്പോ എന്ത് പറഞ്ഞു? ഭരണഘടനാ പ്രശ്നം ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ. അവർ പരിശോധിച്ച് വന്നതിന് ശേഷമാണ് ആധാറിലേക്ക് എത്തിയത്. ഇവിടെ ഈ 7 ഞാൻ ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റാ, നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. കോടതിക്ക് പോലും സ്ത്രീയെ പ്രവേശനം വേണോ വേണ്ടയോ, ഇവിടെ മാത്രമല്ല പല ക്ഷേത്രങ്ങൾ പള്ളികളൊക്കെ ഉണ്ട്, വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ആചാര കാര്യങ്ങളിൽ കോടതിക്ക് പോലും ഇടപെടാൻ അവകാശമുണ്ടോ എന്ന് ഭരണഘടനാ ബെഞ്ച് വാദം കേട്ട് തീരുമാനിക്കാൻ പോവാ. അപ്പൊ പിന്നെ സർക്കാരിനല്ല കോടതി എന്തെങ്കിലും നിങ്ങൾ തീരുമാനിക്കും. ഇവിടെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് സർക്കാരിന് അധികാരമുണ്ട്, ഇതാ ഞങ്ങളുടെ നിലപാട് ഇപ്പൊ പറഞ്ഞാൽ കോടതിക്കെതിരായി പോയില്ലേ? എന്താണെന്ന് ചോദിച്ചത് അതെ, അത് ഞങ്ങൾ പറയും. ആ നിലപാട് മുമ്പ് അവരെ കേട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്ന ആ സമയത്ത് സർക്കാർ സ്വീകരിച്ചൊരു നിലപാടുണ്ട്, അനുകൂല സമീപനം. അല്ല, ആ സമയത്ത് സ്വീകരിച്ചു. അത് ഞാൻ ഇന്നലെ വായിച്ച് നിങ്ങൾ കേട്ടില്ലേ? ഇന്നലെ ആ പാരഗ്രാഫ് 4 ഒന്ന് വായിച്ചു നോക്ക്. അഫിഡാവിറ്റ് വായിച്ചു നോക്ക്. അഫിഡാവിറ്റ് വായിച്ചു നോക്ക്. അവരെ സംരക്ഷണയോടുകൂടി പോലീസ് സംരക്ഷണയോടുകൂടി അഫിഡാവിറ്റ് അത് സുപ്രീം കോടതി വിധിയല്ലേ? സുപ്രീം കോടതി എന്താ? സുപ്രീം കോടതി വിധിച്ചു. ഞാൻ പറയുന്ന ലളിതമായി നിങ്ങൾ കേൾക്ക്. സുപ്രീം കോടതി വിധിച്ചു. സുപ്രീം കോടതി വിധി ലോ ഓഫ് ദ ലാൻഡ് 141 അത് നടപ്പിലാക്കാൻ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഭരണഘടനാ ഉത്തരവാദിത്വമുള്ളവർ. സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഞങ്ങളുടെ വിധി ഒന്ന് റിവ്യൂ ചെയ്യണം. അതേ സുപ്രീം കോടതി തന്നെ പറഞ്ഞു അങ്ങനെ റിവ്യൂ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ അധികാരമുണ്ടോ എന്നത് പോലും നോക്കണം. അപ്പൊ അവരെ നോക്കി വരട്ടെ. ആ പ്രശ്നത്തിൽ ഞങ്ങളുടെ അഭിപ്രായം എന്ത്, ഞങ്ങളത് കോടതിയിൽ വയ്ക്കും. ഈ 7 പ്രശ്നങ്ങളിൽ അല്ല 7 പ്രശ്നങ്ങളിൽ നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, അതിൽ ഓരോ പ്രശ്നവും നിങ്ങൾക്ക് മനസ്സിൽ 25, 26 എന്തൊക്കെ പറയാൻ പറ്റും? അല്ല 25, 26 ആർട്ടിക്കിൾ 25, 26 ഇത് തമ്മിലുള്ള ബന്ധം എന്ത്? സ്പെഷ്യൽ ഗ്രൂപ്പ് എന്ത്? ഇതിങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറയാനാണോ? ഭരണഘടനാ വിദഗ്ധന്മാർ, ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരുമായി ചർച്ച ചെയ്തിട്ട് തീരുമാനത്തുള്ളൂ. നിങ്ങളോട് എനിക്ക് ലളിതമായൊരു അഭ്യർത്ഥന ഉള്ളത്, സുപ്രീം കോടതി ഇപ്പൊ എന്താണ് പരിശോധിക്കുന്നത്? സുപ്രീം കോടതിക്ക് പോലും ഇങ്ങനെ പറയാൻ അധികാരമുണ്ടോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഒരു ഗവൺമെന്റ് ഇപ്പൊ തന്നെ ഒരു നിലപാട് സ്വീകരിച്ച് നിങ്ങളോട് പറയണം എന്ന് പറയുന്നതിന്റെ ഒരു യുക്തിരാഹിത്യം നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ആലോചിച്ചാൽ മതി. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പോ തുടർച്ചയുടെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പൊ അവര് തുടർച്ചയായി ഒരു 1/4 നൂറ്റാണ്ടൊക്കെ MLA-മാരായിരുന്ന ആളുകൾ അവിടെ നിന്ന് മാറണം എന്ന അഭിപ്രായക്കാരുണ്ടോ ജനാധിപത്യത്തിന് വേണ്ടി? നിങ്ങളിപ്പോ അത് ഓരോ ദിവസം നിങ്ങൾ മാറ്റാണല്ലോ. ജനാധിപത്യത്തിന് തുടർച്ച അപകടം എന്ന് പറയുന്ന ആളുകൾ പ്രചരിപ്പിക്കുമ്പോ തുടർച്ചയായി MLA-മാരായി തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മാറി നിന്നുകൊണ്ടാണോ ജനാധിപത്യത്തിന്റെ തുടർച്ചയെ ശക്തിപ്പെടുത്താൻ പോകുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയും അവരുടെ നിലപാടുകൾ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ നിലപാടുണ്ടാവും. ഏതിലാ ഏതിനാ നിലപാട് വേണ്ടേ? ഞങ്ങൾക്ക് നിലപാടുണ്ടല്ലോ. സുപ്രീം കോടതി നിലപാടൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിയമപരമായിട്ട്. അപ്പൊ ഞാൻ ചോദിക്കണതല്ല, നിങ്ങൾ എല്ലാ ദിവസവും എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ ആദ്യം എന്തൊരു നീതികേടാ നിങ്ങൾ കാണിച്ചേ? പിണറായിക്കൊരു 10 കൊല്ലം മുമ്പ് നിങ്ങളൊരു ആഡംബര വീട് കൊടുത്തതാ. എന്നിട്ട് പിണറായിക്ക് 10 കൊല്ലം മുമ്പ് നിങ്ങൾ പിണറായിക്ക് ഒരു ആഡംബര വീട് കൊടുത്തത്, അതിന് കട്ടിലിട്ട് കൊടുക്കാൻ നിങ്ങൾ എത്ര ഇപ്പോഴല്ലേ നിങ്ങൾ കൊടുക്കണേ? അപ്പൊ അല്ല, ഞാൻ മനസ്സിലാക്കി. ഓഡിറ്റ് റിപ്പോർട്ടിലാണല്ലോ മുഖ്യമന്ത്രിക്ക് കട്ടിലുണ്ടെന്ന് എഴുതി വെച്ചത്. വായിക്കുമ്പോ ആർക്കും അറിയാലോ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പ്രസിഡന്റ് അല്ല, ഇന്നലെ ഞങ്ങൾ പറഞ്ഞല്ലോ
എന്താണ് ഓഡിറ്റ് എന്ത്? അപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് വെച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കോടതി, സുപ്രീം കോടതി എന്നെ കോടതിക്ക് അധികാരം ഒരു